ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് എൻ്റെ ബ്രദറിൻ്റെ രണ്ടാമത്തെ ബർത്ത്ഡേ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ബർത്ത്ഡേ പോയി ആളെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാണ്ടേനെ. അതുകൊണ്ട് ഞങ്ങൾ രണ്ടും സെയിം കളർ ഡ്രസ്സൊക്കെയാണ് ഇട്ടത്. മാച്ചൊക്കെ ആക്കിയിരിക്കണം. അങ്ങനെ പിന്നെ ആൾ വീഡിയോ എടുക്കണം. പക്ഷേ ആൾ കുറേ എന്തൊക്കെയോ കാട്ടിയിടണം. അങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടാണ് ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ആളെ ബർത്ത്ഡേ ജൂൺ 5-ന് ഇനി അന്ന് തന്നെയാണ് കഴിച്ചത്. പക്ഷേ ഈ വീഡിയോ ഇടാൻ നല്ല ലേറ്റ് ആയിട്ട് ഞങ്ങൾ രണ്ടാളും കൂടി മാച്ചൊക്കെ ആക്കി കടയിൽ പോയിട്ട് ആൾ കണ്ണടക്കം പിടിച്ചിരിക്കണം. എന്താ അറിയില്ല, ഭയങ്കര കേടാക്ക്. അപ്പം നേരത്തെ കണ്ട ആ ബ്ലാക്ക് ഷർട്ടിൻ്റെ വലിയ അനിയനാട്ടോ. അങ്ങനെ ഞങ്ങൾ ആ കടയിൽ പോയി. പക്ഷേ എന്താ അവിടെയുള്ള കേക്കൊക്കെ സ്റ്റോക്ക് കഴിഞ്ഞാണെന്ന് പറഞ്ഞാൽ അങ്ങനെ പിന്നെ ഞങ്ങൾ വേറൊരു ഷോപ്പൊക്കെ വന്നതാണ്. ഇവിടേക്ക് ഞാൻ ഒറ്റക്കാട്ട് വന്നത്. മറ്റുള്ളവൻ വീട്ടിൽ കൊണ്ടാക്കി. കാരണം എനിക്ക് എന്തായാലും കുറച്ച് നടക്കാനുള്ളതുകൊണ്ട് തന്നെ ഓനെടുത്ത് കൊണ്ടുവരാൻ കഴിയില്ല. പിന്നെ ആൾ ഒന്ന് കണ്ണെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും മണ്ടും. അങ്ങനെ വീട്ടിലെത്തിയപ്പോൾ ആളിനെ വെയിറ്റ് ചെയ്തിരിക്കുക, അങ്ങോട്ട് കൊണ്ടടി ഞാൻ കേക്ക് മുറിച്ചട്ടെ എന്ന് പറഞ്ഞുള്ള ആ ഒരു ലെവലിൽ തന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ട്. ആൾക്ക് അതിനും കാട്ടി കുട്ടികളെ സന്തോഷമാണല്ലോ നമ്മളീ സന്തോഷം. അങ്ങനെ പിന്നെ കേക്ക് കട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ച് അതിന് മുന്നേ ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഞാൻ വാങ്ങിയത്. പിന്നെ ആകെ ഒരു സങ്കടം തന്നെ, എൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു, ഞാനും ഓളും കൂടെ പ്ലാൻ ഇട്ട്. പക്ഷേ അവൾക്ക് ആ ബർത്ത്ഡേൻ്റെ തലേ ദിവസം തന്നെ ഉമ്മാൻ്റെ വീട്ടിലേക്ക് അത്യാവശ്യമായിട്ട് പോകേണ്ടി വന്നിട്ടാ. ഞങ്ങളെ വീട്ടിലെ ഏറ്റവും കേക്ക് ഇഷ്ടം ഓൾക്കാട്ടോ. അതുകൊണ്ട് തന്നെ ഓള് വിളിച്ച് കച്ചറാക്കുന്നുണ്ട്. നമ്മൾ ഏത് കഴിക്കാൻ വാങ്ങിയെന്ന് പറഞ്ഞില്ലല്ലോ. അപ്പോൾ ഇവർ ഇതുവരെ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിച്ചിട്ടില്ലാന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് ആട്ടോ ഓർഡർ ചെയ്തത്. പിന്നെ ഞാൻ മൂപ്പരോട് പറഞ്ഞു ഇനി ഹാപ്പി ബർത്ത്ഡേ എഴുതുമ്പോൾ ഒന്നെങ്കിൽ ബ്ലാക്കിൽ എഴുതണമെന്ന്. പക്ഷെ മൂപ്പര് ആ കളർ അവിടെ ചെയ്യാത്തതുകൊണ്ട് ബ്ലൂവിൽ എഴുതിയത്. അതുകൊണ്ട് എന്തോ പോലെ ഉണ്ടേനി. പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ മുന്നിൽ വെച്ച് കൊടുത്തത്. അത് ആൾ കോളാക്കി പരിവാക്കി. അപ്പം പറഞ്ഞേ മതി ഇഞ്ഞോ എൻ്റെ മുന്നിൽ വെച്ചാൽ കേക്ക് ബാക്കി ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മ എടുത്തുകൊണ്ടായിട്ടോ. അപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. അങ്ങനെ പിന്നെ എന്താണ് ഉപ്പ വരാൻ കുറച്ച് ലേറ്റായി. അപ്പോൾ ആളെ മുഖം കണ്ടില്ലേ, ഉമ്മ മുറിച്ചാന്ന് അറിഞ്ഞുകൊണ്ട് ഇത്രക്കാട്ടെ. അങ്ങനെ പിന്നെ ഞാൻ അവനെ ഗ്ലാസ്സൊക്കെ വെച്ച് അത് വെക്ക് നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആൾ ഒന്ന് ഉഷാറായി. പിന്നെ ഇപ്പോൾ വരാൻ കുറച്ച് വൈകിയോണ്ട് തന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ നിന്ന്. പക്ഷെ അപ്പോഴത്തേന് ഇപ്പോൾ എത്തിയിട്ടാ. അങ്ങനെ പിന്നെ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്ത് അങ്ങനെ ഞാനൊരു പീസ് വെച്ച് കൊടുക്കാം. പക്ഷെ അവനക്ക് അത് പോരാ, ഓനെന്നെ ഒറ്റയ്ക്ക് വെക്കണം, ഞാൻ വെച്ചോളാം, എനിക്ക് ഇതായിരുന്നു ഒന്ന് മാണ്ടടി, ഞാൻ വലിയ പീസ് എടുത്തോളാം എന്നുള്ളത്. പിന്നെ അപ്പാൻ്റെ അനിയൻ്റെ മക്കളൊക്കെ വന്നിട്ട് അങ്ങനെ എല്ലാവരും കൂടിയാണ് കേക്ക് കട്ട് ചെയ്ത്. നല്ല രസമുണ്ടേനി. പിന്നെ എനിക്ക് നമ്മളെ ബർത്ത്ഡേ ബോയ്ക്ക് ഇതൊന്നും അല്ലാണ്ട് കണ്ണു പിടിച്ചിനി കേട്ടോ. ഓനക്ക് കേക്ക് വാങ്ങണമെന്നും ഓനക്ക് പറ്റുന്നില്ല, ഓനക്ക് തന്നെ മുറിച്ചണം, ഓനക്ക് തന്നെ വലിയ പീസ് വേണം, അങ്ങനെയൊക്കെ ഇനി. അങ്ങനെ പിന്നെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും കേക്കൊക്കെ തിന്നതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ കുറച്ച് നേരമൊക്കെ വർത്താനം പറഞ്ഞേ. അങ്ങനെ ഇപ്പോൾ ഓനെ കൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ വരാൻ കുറച്ച് വൈകിയെന്ന്. അങ്ങനെ ഇപ്പോൾ ഓനെ കൊണ്ട് ജസ്റ്റ് നമുക്ക് രണ്ടൊക്കെ മുറിച്ച് പറഞ്ഞാണ് ഓനൊന്ന് ഇതാക്കുകയാണ് കേട്ടോ, സമാധാനപ്പെടുത്തുകയാണ്. സാധാരണ ബോയ്സൊക്കെ ഇമ്മച്ചിക്കുട്ടികളാവുമല്ലോ, ഉമ്മമാരേക്കാരല്ലോ ഒന്നും കൂടി ഒരു പരസ്യത്തേക്കാരും. പക്ഷെ ഇവൻ നേരെ തിരിച്ചേട്ടോ, എനിക്കിപ്പോൾ ആയാൽ മതി, ഇപ്പോൾ വേണം എല്ലാത്തിനും, ഇപ്പോൾ കഞ്ഞി കൊടുക്കണം, അങ്ങനെയൊക്കെ കേട്ടോ. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. അപ്പം ഇന്നത്തെ വീട്ടിൽ ഇത്രയുള്ളൂ. ബൈ ബൈ. കാക്കാൻ്റെ തൊള്ളിയിട്ട് വെച്ചോട്ടാൽ എന്നാൽ തൊള്ളാട്ടി കൊടുക്കാം ഓമിച്ച്